പാതിരാത്രി മനുഷ്യൻ്റെ ഉറക്കവും കളഞ്ഞ് വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് നാളെ രാവിലെ വരാം. അതുമില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാണണമെന്തോ. കല്യാണം കഴിച്ചു പോയാൽ ആ വീട്ടിലിരിക്കുന്നത് അവൾക്കറിയത്തില്ലല്ലോ. ആ, ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ തന്നെ ദേ ഇങ്ങോട്ട് വരുന്നു. എൻ്റെ പടച്ച തമ്പുരാനെ. അങ്ങനെയൊന്നും പറയാതെ അമ്മേ, അവര് വരട്ടെ. അങ്ങനെ നമ്മളെ വീട് കണ്ടുപിടിച്ചു. സമയം എത്രയായി ചേട്ടാ? എൻ്റെ കഷ്ടകാലത്തിന് ഗൾഫിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ വീട്ടുകാരെൻ്റെ കല്യാണം ആലോചിച്ചു. വന്നു കയറിയതോ അല്ലല്ല, കെട്ടിയതോ അരപിരി ലൂസ്. എനിക്ക് ഡൗട്ടുണ്ട് നിനക്ക് സെറിബ്രോം സെറിബെല്ലോ എല്ലാം ഉണ്ടോയെന്ന്. ഇപ്പോഴും ഡൗട്ടുണ്ട്, എനിക്ക് തീരുന്നില്ല. നിങ്ങൾ എന്നെ അങ്ങനെ പുച്ഛിക്കണ്ട. നിങ്ങളെ ഒന്ന് വേഗം കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഇല്ലാത്ത കലാകാരിയൊക്കെ എടുത്തിട്ട് ഈ ഒരു മാപ്പ് വരച്ചിട്ട് ഇത് നിങ്ങൾ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ നോക്ക്, ഇവിടെ ഇരുടായിട്ടുണ്ടോ? ഇല്ല, നമ്മളെപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി? വൈകുന്നേരം. ഇത് വൈകുന്നേരം ഒക്കെ ജസ്റ്റ് ഒന്ന് സന്ധ്യ കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. സ്വന്തം വീട് പോലും കണ്ടാൽ തിരിച്ചറിയാത്ത നിന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വാ വീട്ടിൽ പോവാം. എനിക്ക് ഉറക്കമായിരുന്നു, വല്ലാത്ത ക്ഷീണം. ഇത് കണ്ടിട്ട് വൈകുന്നേരമാണെന്നൊന്നും തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് 4 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇയാളെന്തോ പറയുന്നേ? ഞാനും അതന്നല്ലേ പറഞ്ഞത്, 4 മണി വൈകുന്നേരം. മനുഷ്യരെ മെനക്കെടുത്താനായിട്ട് വന്ന് അങ്ങോട്ട്. ഈ പുലർച്ചക്ക് ഇവിടെ നടി കഴിഞ്ഞാൽ ആൾക്കാർ വല്ലതും കേൾക്കും. അല്ല, നിനക്ക് മമ്മിയുടെ കണ്ണിൻ്റെ അടിയത്തെ ഡാർക്ക് സർക്കിൾസ് കണ്ടിട്ട് തോന്നിയിട്ടില്ലേ? മമ്മി ഇന്ന് രാത്രി എന്ന് പറയണ്ട, മമ്മി ഇന്ന് ഉറങ്ങിയ ലക്ഷണമില്ല. മതി, കുറെ നേരമായി രണ്ടും കൂടി ഇവിടെ കിടന്ന് ചിലക്കുന്നു. നിങ്ങൾ രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. പിന്നെ തമ്പുരാട്ടനും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ, കാട്ടിലൊന്നകപ്പെടാണ്ട് വീട്ടിൽ തന്നെ എത്തിപ്പെട്ടിയല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോയി കിടന്നുറങ്ങും. നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബശ്രീ കൂടാ. അല്ല, കുടുംബ പുരുഷനും കൂടാ. ഞാൻ പോയിട്ട് എക്സ്ട്രാ 2 പില്ലോയും കൂടി വാങ്ങിയിട്ട് വരാം. എന്തിന് 2 പില്ലോ എക്സ്ട്രാ വേറെ? നിങ്ങളൊരു കാമജീവിയാ. നിങ്ങൾ എന്നെ എങ്ങാനോ ഞാൻ ഉറങ്ങുമ്പോൾ വിഴുങ്ങിയ ഉറക്കത്തിൽ ഞാനതറിയത്തില്ല. പിന്നെ എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ നാത്തൂൻ്റെ മുന്നിലൊക്കെ നിങ്ങൾ എന്നെ നല്ല പോലെ താഴ്ത്തി. അതിനുള്ള ശിക്ഷയാണെന്ന് വിചാരിച്ചു. ഈ മുയലും മുഖം കാണുമ്പോൾ തന്നെ ഉള്ള വികാരം ചോർന്നു പോകും. ഇപ്പോഴോ? ഇപ്പം ചോർന്നു പോയ വികാരം? ശരി, നിനക്ക് സൗന്ദര്യമുണ്ട്, ശരിയാ. പക്ഷേ എന്ന് വെച്ച് നീ ഇങ്ങനെ നോക്കണമെന്നില്ല. ഒന്നില്ലെങ്കിലും ഞാനൊരു പ്രായപൂർത്തിയായ പുരുഷനാണ്. ഇങ്ങനെ കൊണ്ട് ഒരു സൗകര്യമില്ലല്ലോ. നിങ്ങൾ എന്നാ മമ്മീൻ്റെ അടുത്ത് പോയിട്ട് 2 പില്ലോ വാങ്ങിയിട്ട് വാ. എന്തായാലും എനിക്ക് പില്ലോൻ്റെ ആവശ്യമില്ല. നിനക്ക് വേണേ നീ പോയി വാങ്ങിക്കോ. ഈ കടുവയെ കൊണ്ടൊരു സൗകര്യമില്ലല്ലോ. നീ എനിക്ക് കുറച്ച് സമാധാനം തന്നാലല്ലേ എനിക്കും തിരിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഈ കടുവ കൈയെടുക്കല്ല, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. എനിക്കിങ്ങനെ ഉറങ്ങിയാൽ മതിയെന്നോ. ആരല്ലോ പില്ലോൻ്റെ അതൊക്കെ പറഞ്ഞായിരുന്നു, മറന്നോ എന്തോ? ഞാൻ മറന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും എനിക്കിഷ്ടമായി. ഇനി അങ്ങനെ അങ്ങ് ആരും സൂഹിക്കണ്ട. ഒന്നില്ലേലും ഞാൻ തന്നെ ഭാര്യയാണ് കടുവേ. എന്ത് ഭാര്യയോ? നിനക്കത് ചേരത്തില്ല. നിനക്ക് നിറം മറന്ന ഓന്ത് എന്നേ ചേരത്തുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ വിളിച്ചോണ്ട് എൻ്റെ അടുത്ത് വരും, അപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാടാ കടുവേ. ഇവരെഴുന്നേറ്റില് രണ്ടും. അനുഭവം വെച്ച് പറയാം, സ്വന്തം വീട്ടിൽ വന്നാലേ നല്ല പോലെ കിടന്നുറങ്ങാൻ കഴിയും. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ നേരത്തെ രാവിലെ തന്നെ എണീക്കണമല്ലോ. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പോലെ. അപ്പം അവളൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. ഈശ്വര, ഇതെന്താ ഞാൻ കാണുന്നേ? അമ്മേ, ഞാൻ വിളിച്ചവർ പഴക്കത്തിലാണ്. പക്ഷെ ഇതെന്താ? എനിക്ക് നല്ല പോലെ വിശക്കുന്നുണ്ട്. തിന്നതൊന്നും പോരെ നിനക്ക്? ഇവിടെ കിടന്ന് ഉറക്കം കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നല്ല ഉറക്കം കിട്ടി. ഇവരുടെ ചുണ്ടിലിതെന്താ? ഇതെൻ്റെ ലിപ്സ്റ്റിക് ആണല്ലോ. ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്യാറല്ലോ. വല്ല തേനീച്ച എങ്ങനെ കുത്തിക്കണം. ഇതാ പൊട്ട, നിന്റെ ചുണ്ടൊക്കെ ചോറ് നടക്കുന്നു. നീ ഇന്ന് രാവിലെ തേനീച്ചൊക്കെ കൊതുകിനൊക്കെ ചുണ്ട് വെച്ച് കൊടുത്തില്ല. മനുഷ്യന്മാർക്ക് വെച്ചറിയില്ല, ബാക്കി മൃഗങ്ങളൊക്കെ അവൻ വെച്ച് വരും. നമ്മുടെ ബെഡിൽ വല ഉണ്ടായില്ലേ ഈ കൊതുക് വരാണ്ടിരിക്കാൻ? പിന്നെന്തോ വലയുണ്ടെന്നോ? അപ്പം പിന്നെ ഉറുമ്പായിരിക്കും നിന്റെ ചുണ്ട് കടിച്ചത്.
അത് സാരമില്ല. നീറുന്നുണ്ടെങ്കിൽ ഐസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പതക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നീറ്റലൊക്കെ മാറിക്കോളും. അല്ല മുയലേ, ഇത് നിന്റെ ചുണ്ടിലുണ്ടല്ലോ. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും ചുണ്ട് കടിച്ചുറുമ്പ് ഒന്നാണോ? ഓ, പറയും പോലെ ഉറുമ്പ് ഒന്നുണ്ടെങ്കിൽ എന്തായാലും വരി വരിയായിട്ട് കുറേ ഉറുമ്പുണ്ടാവും, അതായിരിക്കും. ആ, എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഐസ് വെക്കാം. നീറുന്നുണ്ടെങ്കിലേ പതക്കുന്ന വെള്ളം ഒഴിക്കാം. വാ, നമുക്ക് പോവാം. അല്ല മമ്മി, ഫുഡ് ഉണ്ടെങ്കിൽ എടുത്തു നോക്കൂട്ടോ, നല്ല വിശപ്പ്. ഉവ്വ് ഉവ്വ്. കടുവേ, ടൈം എത്രയായി? പോരാത്തിന് നല്ല മഴയുണ്ട്. നമുക്കൊന്ന് വെള്ളനൊന്ന് ബാൽക്കണി പോയാലോ? എന്ത് പറയുന്നു? ബാൽക്കണിയിൽ കാല് സ്ലിപ്പായി പോവും, അതുകൊണ്ട് അങ്ങോട്ട് എന്താ പോകണ്ട. കടുവ ഇങ്ങനെ ഒന്നും സമ്മതിക്കാത്ത? എനിക്ക് മഴ എന്ന് വെച്ചാൽ അത്രക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് ഇന്നൊരു ദിവസം മാത്രം. ഇപ്പോഴേ നല്ല മഴയുണ്ട്. ആ മഴയത്ത് നമുക്ക് രണ്ടുപേർക്കും ബാൽക്കണിയിൽ പോയി കിടന്നാലോ? അല്ലേ വേണ്ട, അവിടെ ഇരിക്കാം, മഴ നനയാം, ഒന്ന് ഡാൻസ് എങ്കിലും കളിക്കാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒന്നില്ലെങ്കിലും നിങ്ങളെൻ്റെ ഹസ്ബൻഡല്ലേ. വൈഫിൻ്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് ഹസ്ബൻഡാണ്. അത് നിങ്ങൾ മറന്നുപോയോ? കടുവേ, എനിക്കൊക്കെ തിരുത്താൻ 2 കുഞ്ഞുങ്ങളെ വേണം എന്നുള്ള ആഗ്രഹമൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ണും കൂട്ടി സമ്മതിച്ചേനെ. ഇവിടെ നിങ്ങളും വീണിട്ടുണ്ടെങ്കിലേ പിന്നെ അത് മതി, ബാക്കി വല്ലതും സംഭവിക്കാൻ. ഞാൻ ശ്രദ്ധിച്ചോളാം, പ്ലീസ്. ഞാൻ വീഴില്ല, പ്ലീസ് കടുവേ. നല്ല കടുവയല്ലേ. സമ്മതിക്കാം, എനിക്ക് വല്ലതും തന്നിട്ട് നീ പോക്കോ. ആ, അത് പിന്നെ അതൊക്കെ തരാം, പക്ഷെ മഴയത്ത് തരാം. ഇപ്പം നിങ്ങളെ മോൻ തന്നിട്ട് എനിക്ക് തരാനൊന്നും തോന്നില്ല. മഴയത്ത് തരാം, അതാണ് നല്ലത്. ഓക്കെ, മഴയത്തേക്ക് മഴയത്തോ. എന്തായാലും ഫസ്റ്റ് ടൈം ആണേലും എനിക്കിഷ്ടമായി. എന്ത് മഴയോ? മഴയത്ത് എന്തോ നടന്നായിരുന്നല്ലോ നമ്മുടെ ഇടയിൽ. എന്ത് ഡാൻസോ? ഒന്നും ഓർമ്മയില്ല? റീടേക്ക് ചെയ്താൽ ഓർമ്മ വരും. തൽക്കാലം നമ്മളത് ഓർക്കണ്ട. എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു ഉമ്മ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം. ഓ പിന്നെ പുണ്യം ചെയ്യണം. മുയലേ, എനിക്കില്ലേ ഈ കുറേ മുയൽ കുഞ്ഞുങ്ങൾ, കുറേ കടുവ കുഞ്ഞുങ്ങൾ എനിക്ക് കാണാൻ കുറേ ആഗ്രഹമുണ്ട്. അല്ല, കാണാൻ നല്ല കൊതിയുണ്ട്. പക്ഷെ എന്നാ ഇതൊക്കെ ഉണ്ടാവുക? അത് കടുവേ, നമുക്ക് സൂവിൽ പോവാട്ടോ, അപ്പം കാണാം. ഇതെന്താ കോമഡിയാണോ? കോമഡി ആയിട്ട് തോന്നിയോ? തോന്നി. എന്നാലും നിങ്ങൾക്ക് മറവി രോഗമുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ കടുവേ. അതിന് ഇന്നലെ നടന്നത് വലിയ സംഭവമൊന്നുമല്ലല്ലോ. അത് ജസ്റ്റ് ഒരു കിസ്സ്, അതത്രേ ഉള്ളൂ. എന്തോന്ന് ജസ്റ്റ് ഒരു കിസ്സോ? ആണ്, കിസ് മാത്രമാണ്. ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ കെട്ടിയോളെ. ഇല്ല, എൻ്റെ കെട്ടിയോനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാലേ ഇന്ന് രാവിലെ ഉറുമ്പ് ചുണ്ടിലൊക്കെ അടിച്ചത് മാത്രമേ ആര് കണ്ടുള്ളൂ? നാത്തോനും അമ്മയും കണ്ടുള്ളൂ. പക്ഷെ എൻ്റെ കാലത്തിൻ്റെ പുറത്തൊക്കെ നല്ല രീതിയിൽ ഉറുമ്പ് കടിച്ചായിരുന്നു. അതൊന്നും അവർ കണ്ടിട്ടില്ല. അയ്യോ പാവം അല്ലേ ഉറുമ്പ്. പാവം ഉറുമ്പെന്ന് പോലും അതൊരു വലിയ കട്ടുറുമ്പ. കടിക്കുന്ന സമയത്ത് പിന്നെ അതിനെടുത്ത് മാറ്റാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പാവം കടിച്ചോട്ടെ. അതിന് ഇന്നല്ലേ അവസരം കിട്ടുള്ളൂ, അല്ല അപ്പോഴല്ലേ അവസരം കിട്ടുള്ളൂ. ഇനി ഒരിക്കലും അതിന് എന്നെ കടിക്കാൻ അവസരം കിട്ടില്ലല്ലോ. എങ്ങാനും എന്നെ കടിക്കാൻ വന്നാൽ നെരിച്ച് കൊല്ലും ഞാൻ അതിനെ. എന്താടി പാവായ ഉറുമ്പിന് വിഷമാവത്തില്ലേ? കുറച്ചൊക്കെ വിഷമിക്കണം. അവസരം കിട്ടിയപ്പോൾ അതെന്നെ കടിച്ചു, എൻ്റെ ചുണ്ടിനും കഴുത്തിനും ഒക്കെ. കള്ള ഉറുമ്പ്. ബാൽക്കണിയിലായിപ്പോയി, അല്ലെങ്കിൽ ആ ഉറുമ്പ് എവിടെയൊക്കെ കടിച്ചേനെ. എൻ്റെ പൊന്നി കെട്ടുവനെ. അത് വേറെ വല്ലയിടത്താ കടിച്ചെങ്കിലേ കെട്ടുവാനാണെന്ന് നീ നോക്കത്തില്ല.
പറഞ്ഞില്ലെന്ന് വേണ്ട, കുറെ നേരമല്ലോ ഒരു ഉറുമ്പിന്റെ കഥയും കൊണ്ട് വന്നേക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉറുമ്പിന് ഇനി അവസരം കിട്ടും. ബാക്കി അപ്പം കടിച്ചു തിന്നോളൂ ഉറുമ്പ്, കേട്ടോ. എന്തുവാ നിങ്ങൾക്ക്? മാറി നെല്ല്. കിട്ടട്ടെ, എന്നെ അവസരം കിട്ടട്ടെ, ബാക്കി അപ്പം. കിട്ടിയാലല്ലേ അപ്പൊ കാണാം. അല്ല, എപ്പോഴാ വന്ന് രണ്ടും? അത് ഇന്നലെ വന്നത് അളിയാ. അല്ല, അളിയനെ കണ്ടില്ലല്ലോ, ജോലി തിരക്കായിരിക്കും. ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ ഭർത്താക്കന്മാരെ വേഗം വരും ഭാര്യയെ കാണാൻ. എടാ, ജോലിൻ്റെ ഇടയ്ക്ക് ഞാൻ കുടുംബമൊന്നും നോക്കാറില്ല, അത് നിനക്കറിയില്ലേ? പിന്നെ നീ എന്തിനാ എന്നെ അളിയാന്ന് വിളിക്കുന്നേ? നീ ഇതുവരെ പഴയതൊന്നും മറന്നില്ല അല്ലേ? എടാ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിൻ്റെ പെങ്ങളെ ഞാൻ കെട്ടിയത് എന്തിനാണെന്നറിയോ? എനിക്കെന്നും നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്, നിന്നെ എന്നും ഓക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. എടാ, ഞാൻ നിൻ്റെ പെങ്ങളെ പണ്ടേ കാണുന്നതാണ്. എനിക്കിതുവരെയായിട്ട് അവളോട് ലവ് എന്ന ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇനി എൻ്റെ കൂടെ ലൈഫ് ലോങ് ഇവളെ ഉണ്ടാവുള്ളൂ. അവളെ ഞാൻ പതിയെ സ്നേഹിച്ചു തുടങ്ങി. അതുപോലെ നിനക്കൊരു ഭാര്യയുണ്ട്, അവളെ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. നീ അവളെ സ്നേഹിക്കണം. പിന്നെ കഴിഞ്ഞ കാര്യം, അവൾ മരിച്ചു, ഇനി അവൾ നിൻ്റെ ലൈഫിലില്ല. അപ്പോൾ ഇനിയും അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളെ ആലോചിച്ചു നീ ഇപ്പം നിൻ്റെ ഭാര്യയെ നീ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതൊന്നും നീ ഒന്ന് മനസ്സിലാക്കുക. ജോലി ജോലി എന്ന് പറഞ്ഞ് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു കുടുംബം അതുണ്ട്, അതിനി നോക്കണം, കേട്ടോ. എടാ, എനിക്ക് അവൾ എൻ്റെ ഭാര്യയെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് സ്നേഹിക്കാനും പറ്റുന്നില്ല. ഞാൻ ഒരാളെ ജീവനത്തിൽ സ്നേഹിച്ചിട്ടുണ്ട്. അയാളെ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു കണ്ണിൽ ഭാര്യയെന്ന് എല്ലാ രീതിയിലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിനക്കറിയാലോ അത്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ അനിയത്തിയെ കെട്ടിയത് തന്നെ എനിക്ക് അവളെ ഇഷ്ടമുണ്ടായിട്ടല്ല. ഞാൻ പണ്ടേ കാണുന്നത് അവളെ, പക്ഷെ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാനും ഇതുപോലെ പ്രേമിച്ചിട്ടുണ്ടടാ. എൻ്റെ പ്രണയത്തെ ഞാൻ വേണ്ടാന്ന് വെച്ചത് തന്നെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാ. നിന്നെ ഒന്ന് നോക്കിയാക്കണം. നിൻ്റെ ഒരു ആഗ്രഹം മൂലം മാത്രമാണ് ഞാൻ അവളെ കെട്ടിയത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? എന്നിട്ട് അവളെ കെട്ടിയിട്ട് ഇന്ന് ഞാൻ നല്ലപോലെ അവളെ കൂടെ നിൽക്കുന്നില്ലേ? എന്താ നീ ഒന്നും മനസ്സിലാക്കാത്തത്? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ടും നീ എന്തുകൊണ്ട് ഹാപ്പി ആവുന്നില്ലടാ? നീ ഹാപ്പി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, നീ അവളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിൻ്റെ പെങ്ങളെ കെട്ടിയത്. എന്നിട്ടും നീ എന്നെ ഇങ്ങനെ ചതിക്കുവാണോ നീ എന്നെ? എന്തായാലും കൂടി ഞാൻ അവസാനമായിട്ട് പറയാം, നിൻ്റെ കൂടെ ലൈഫ് ലോങ് ഇനി അവളെ ഉണ്ടാവുള്ളൂ. അവളെ മാത്രമേ കാണൂ. അവളെ സ്നേഹിക്കണം. കഴിഞ്ഞു പോയത് നീ ഓർക്കരുത്, ഒരിക്കലും ഓർക്കരുത്. നീ എനിക്ക് തന്ന വാക്കുണ്ട്, അത് നീ പാലിക്കണം. അത് നിൻ്റെ കടമയാണ്. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് എനിക്ക് സങ്കടമില്ല. എടാ, എൻ്റെ പെങ്ങളെ നീ നല്ലോണം നോക്കണം. അവളോടുള്ള നിൻ്റെ സ്നേഹം കള്ളമാണെന്ന് അവൾ ഒരിക്കലും അറിയരുത്. അതുപോലെ ഞാൻ അവളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടടാ, പക്ഷേ സമയമെടുക്കും. എനിക്കത്രേ പറയാനുള്ളൂ. നീ എന്തൊക്കെ പറയുന്നേ? എനിക്ക് എടാ, ഒരുപക്ഷെ നീ വിചാരിക്കും ഞാനിപ്പോഴും നിൻ്റെ പെങ്ങളായിട്ട് ഒത്തുപോയിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ ഇന്ന് അവളെൻ്റെ വൈഫാണ്. ഞാൻ അവളുടെ കൂടെ എൻ്റെ എല്ലാ ടൈമും സ്പെൻഡ് ചെയ്തപ്പോൾ അവളുടെ ചൈൽഡിഷ്, അവളുടെ ക്യാരക്ടർ, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പെരുമാറ്റം, ഇതൊക്കെ എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം എൻ്റെ വിധി ആലോചിച്ചിട്ട് ഹാപ്പിയാണ്. നീ നിൻ്റെ ഈ ടൈമൊക്കെ നീ ഈ ജോലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതെ നീ നിൻ്റെ പെണ്ണിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണെന്ന്, സ്നേഹം എന്താണെന്ന്, പ്രേമം എന്താണെന്ന് എല്ലാം നിനക്ക് മനസ്സിലാക്കും. ഞാൻ നിൻ്റെ അനിയത്തെ പ്രണയിക്കുന്നത് എൻ്റെ പാതിയായിട്ടാണ്, സത്യം കേട്ടോ. ഞാൻ ഇന്നലെ എന്നൊരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അവളുടെ കൂടെ ഒരുപാട് ഞാൻ ഹാപ്പി ആയിരുന്നു. ഇതുവരെ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടില്ല. ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ, പക്ഷെ ആ ഒരാഴ്ച മൊത്തം ഞാൻ 24 ഹവേഴ്സും എൻ്റെ പെങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റി. പതിയെ പതിയെ ഞാൻ അവളെ എൻ്റെ വൈഫായിട്ട് കാണാൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. നിനക്കും പറ്റൂടാ.
ജോലി മാറ്റി വെച്ച് നീ നിൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇവിടെ ഇരിക്കുമായിരുന്നോ? ആ, കണ്ടിട്ടെന്ത് തോന്നുന്നു? നമുക്കൊന്ന് പുറത്തു പോയാലോ? ഡി മുയലേ, ഇതെന്തോ ഒരുമാതിരി. ഞാനില്ല, നിങ്ങൾ പോയിക്കോ. എനിക്ക് ഉറക്കം വരുന്ന പോലെ. ഇന്നലെ ഉറങ്ങാത്തോണ്ടായിരിക്കും. സത്യം പറ, നിനക്ക് എന്താ പറ്റി? ഞാൻ മനുഷ്യരുടെ കളിപ്പാവയാണ് ഇച്ചായ. നീ തന്നെയാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം പറ, എന്താ പറ്റിയ? പിന്നെ ഞാൻ പറഞ്ഞതാ, നിനക്ക് പറ്റൂലെങ്കിൽ നീ നിച്ചായ ഒന്നും വിളിക്കണ്ട. എടി, നീ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഓക്കെ. പാരൻസ് നമ്മളെ കല്യാണം ആലോചിച്ചു. അവർക്ക് പിന്നെ ഈ ജാതി മതമൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് നീ അങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട. നീ എന്നും വിളിക്കുന്ന പോലെ തന്നെ വിളിച്ചാൽ മതി, കടവേന്ന്. പിന്നെ എനിക്കും കേൾക്കാൻ അതാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്ന നിപ്പിന് അങ്ങ് തീർന്നാൽ മതി എന്ന് തോന്നുമോ? കടുവ ഇപ്പം വയ്ക്കോ, ഞാനൊന്ന് ഉറങ്ങട്ടെ. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിക്കോ. ഓ, അപ്പം ഞങ്ങൾ സംസാരിച്ചത് നീ കേട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ കിട്ടിയാൽ പോരെ. ചേട്ടൻ പറഞ്ഞിട്ട് എന്തിനാ? ഒരു ലോജിക്ക് എനിക്കിതിനെ കിട്ടുന്നില്ലല്ലോ ചിന്തിച്ചിട്ട്. ചേട്ടന് ചേച്ചിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ എന്നെ കിട്ടിയേ? എനിക്കൊന്നും തിരിയുന്നില്ല. എടി, നിന്റെ ചേട്ടനൊരു പ്രണയം ഉണ്ടായിരുന്നു. അവൾ മരിച്ചുപോയി. അവൾ മരിച്ചതിന് ശേഷം നിന്റെ ചേട്ടനെ നോക്കിയാക്കാൻ വേണ്ടിയിട്ട്, ചുരുക്കി പറഞ്ഞാൽ നിന്റെ ചേട്ടനെ മനസ്സിലായിട്ട് പ്രേമിക്കുന്ന ഒരാളാണ് നിന്റെ ഏട്ടത്തി. അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. അവൾക്കപ്പോൾ അറിയില്ലായിരുന്നു നിൻ്റെ ചേട്ടൻ്റെ ലൈഫിൽ നടന്ന ട്രാജഡീസ് ഒന്നും. പിന്നെ ഞാൻ കാരണമാണ് അവരുടെ കല്യാണം നടന്നത് തന്നെ. ഞാനാണ് നിർബന്ധിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതും. പിന്നെ അന്നേരം അവനോട് പറഞ്ഞത് എനിക്ക് നിൻ്റെ പ്രസൻസ് ഒന്നും വേണമെന്നാണ്. അതായത് അവനിക്ക് എന്നും എന്നെ വേണം. ലൈക്ക് ഞാനാണ് അവനെ എന്നും ഓക്കെ ആക്കുന്നത്. അവൻ ഡൗൺ ആകുമ്പോഴൊക്കെ ഞാനാണ് അവനെ ഒന്ന് ഓക്കെ ആക്കി ഹാപ്പിയാക്കി വെക്കുന്നത്. പിന്നെ അവനോട് അന്നേരം ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, അവൻ്റെ പെങ്ങളെ എന്നോട് കല്യാണം കഴിക്കാം. അപ്പോൾ എനിക്കത് ചെയ്യേണ്ടി വന്നു. അന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് നിൻ്റെ കുട്ടികളെ ഒന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഞാൻ അധികം നിന്നെ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളതാണ്. നിൻ്റെ ചേട്ടൻ്റെ കൂടെ വീട്ടിൽ വരുമ്പോൾ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അപ്പോഴൊന്നും നിന്നോട് ഇങ്ങനെയൊരു ഫീലിങ്സോ ഇഷ്ടമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നിൻ്റെ ചേട്ടൻ്റെ നിർബന്ധത്തിലായിരുന്നു ഞാൻ നിന്നെ കെട്ടാൻ വേണ്ടി മുതിർന്നത്. പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ കാരണം അതായിരുന്നു, മറ്റുള്ളവരോടുള്ള പെരുമാറ്റമൊക്കെ. പക്ഷെ ഇന്ന് നിന്നോട് ഞാൻ ഇത്ര അഡിക്റ്റഡ് ആവാൻ കാരണം അത് തന്നെയാണ്. നിൻ്റെ പെരുമാറ്റം, നിൻ്റെ കുട്ടിക്കളി, മെച്യൂരിറ്റി ഇല്ലാത്ത പോലത്തെ പെരുമാറ്റം, ഇതൊക്കെ തന്നെയാണ് ഇപ്പം നിന്നെ ഞാനിങ്ങനെ ഇഷ്ടപ്പെടാനും കാരണം, അന്ന് വെറുക്കാനും കാരണം. എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. എൻ്റെ ചേട്ടന് വേണ്ടി ഞാൻ പ്രേമിച്ച പെണ്ണിനെ ഞാൻ ഒഴിവാക്കി. ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. പക്ഷേ എന്താ പറയാനാ, ഇതൊക്കെ വിധിയാന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇതിനൊക്കെ തള്ളിക്കളയുന്നത്. ഇതാണ് എൻ്റെ വിധി, ഇതാണ് അവൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും അവനും കുഞ്ഞുനാൾ തൊട്ടേ ഉള്ളതല്ലേ. എന്തായാലും അവൻ കഴിഞ്ഞ് എനിക്ക് ആരുള്ളൂ. അതുകൊണ്ട് എനിക്ക് പ്രേമിച്ച പെണ്ണിനെ വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. കൂടുതൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. നിനക്കെൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഓക്കെയാണ്. ഇത് നിനക്ക് എൻ്റെ അടുത്തുനിന്ന് ഡിവോഴ്സ് വേണമെങ്കിലും അതിനും ഞാൻ ഓക്കെയാണ്. നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, നിൻ്റെ ചേട്ടനും ഞാൻ തമ്മിലുള്ള ഡിഫറൻസ്. നിൻ്റെ ചേട്ടൻ എപ്പോഴും നിൻ്റെ ചേട്ടൻ്റെ ഫുൾ ടൈമും ജോലിക്ക് വേണ്ടി, എന്നാൽ ഞാൻ എൻ്റെ ഫുൾ ടൈം നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ആ ഒരു ഇതാണ് ഞാൻ നിന്നിൽ കൂടുതൽ ഇത്ര അഡിക്റ്റഡ് ആവാൻ കാരണം. ഞാൻ നിൻ്റെ ചേട്ടനോട് അതാ പറഞ്ഞത്, കുറച്ച് ടൈം നിൻ്റെ പെണ്ണിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, എങ്കിലും നിനക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ. നീ ഇപ്പം എൻ്റെ ഭാര്യ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നീ ഇപ്പം എന്നെ എങ്ങനെ കാണുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ എന്ത് വേണേ പറഞ്ഞു, തല്ലിക്കോ, എനിക്ക് കുഴപ്പമില്ല.
എന്തിനാ പെണ്ണിനെ ചതിച്ചത്? ഞാൻ വേണമെങ്കിൽ ഇനിയും ഒഴിഞ്ഞു തരാം. എന്നെ കഷ്ടപ്പെട്ട് ആരും പ്രേമിക്കണ്ട. മുയലെ, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്. നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എത്ര ഹേർട്ടാവുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ഓക്കെ അല്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് സെയിംലി എന്താ പറയാ, നീ നിന്റെ ചേട്ടനൊക്കെ കണക്കാടി മനുഷ്യനെ ഇങ്ങനെ ഇട്ട് വട്ടം കറപ്പിക്കും. നിങ്ങളൊക്കെ ഒന്ന് ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അന്നൊക്കെ അവനെ ഹാപ്പി ആയില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അവൻ ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയൊക്കെ ഞാൻ 100 പണി ഞാൻ കാണിക്കും. ഇപ്പം നീയോ, പിന്നെ ഞാൻ എങ്ങനെ ഹാപ്പി ആക്കണ്ടേ? എടി സത്യം കേട്ടോ, എന്താ പറയാ, അമ്മ സത്യമായിട്ട് എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടം. ഞാൻ മുമ്പൊരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ട് സത്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ചില പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ സോൾമേറ്റ്, അവനെൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഐ തിങ്ക് ഇപ്പം നിന്നെക്കാട്ടും കൂടുതൽ എനിക്ക് അവൻ ഇഷ്ടമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. അവനും അങ്ങനെ തന്നെയാണ്. അവൻ ഓക്കെ ആവാൻ വേണ്ടി ഞാൻ എന്തും കാണിക്കും. പക്ഷെ അങ്ങനെ എടുത്ത തീരുമാനമായിരുന്നു നീ എൻ്റെ ലൈഫിൽ. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ ലൈഫ് നീ ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. എൻ്റെ വൈഫ്, എനിക്ക് നിന്നെ ഒരിക്കലും ഇനി അങ്ങനെ അല്ലാതെ കാണാനോ, നിനക്ക് ഞാൻ തരുന്ന പ്രേമം അത് കള്ളമാണെന്നോ അങ്ങനെ നീ ഒരിക്കലും ചിന്തിക്കുക പറയുക ഒന്നും ചെയ്യരുത്. എഴുതാപ്പുറം വായിക്കരുത് പ്ലീസ്. നീയും കൂടി ഇങ്ങനെ തുടങ്ങരുത്. നിങ്ങൾ ചേട്ടനോ അനിയത്തിയോ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്താ വേണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, വൺ സൈഡ് ലവ് അതൊരുപാട് ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ പെയിൻഫുൾ ആണ്. ഐ തിങ്ക് ഞാൻ അനുഭവിച്ച വേദന ദൈവം കണ്ടതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ കുറെ കരഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ കിട്ടാൻ ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയും എൻ്റെ സങ്കടം എല്ലാം ദൈവം കണ്ടതുകൊണ്ടായിരിക്കാം ഇന്നെനിക്ക് ആ വ്യക്തിയെ എൻ്റെ ഭർത്താവായി തന്നെന്ന്. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇതൊക്കെ. എൻ്റെ ചേട്ടനറിയാൻ ഞാൻ നിങ്ങളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. അവൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും അവൻ നിങ്ങളോട് അവളെ ഉപേക്ഷിച്ച് എന്നെ കെട്ടാൻ പറഞ്ഞത്. എനിക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരാളെ സ്നേഹിച്ചിരുന്നു, എങ്ങനെ ആ സ്നേഹം എനിക്ക് തരാൻ തോന്നുന്നു? ഞാൻ അങ്ങനെ ജീവിക്കായിരുന്നല്ലോ. ചുമ്മാ അവനാ എന്റെ ചേട്ടൻ. അവൻ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ഇങ്ങനെയല്ല എന്റെ നേരെ കറങ്ങി തിരിഞ്ഞ് വന്നേന്ന്. ഞാൻ സ്നേഹിച്ച ആളും എന്നെ കെട്ടിയത് എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചതൊക്കെ ദൈവ തീരുമാനമാണ്, ദൈവം തീരുമാനിച്ചതാണ്. ഇതൊക്കെ വിധിയാണ്. മീൻസ് എന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ കഴിയണ്ട് എനിക്ക് നിങ്ങളെ ദൈവം തന്നെയെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ. മുയലെ പ്ലീസ്, ഇനി ഈ ടോപ്പിക്ക് വേണ്ട. ഇനിയും ഇങ്ങനെ നീ നിന്നെ കുറ്റപ്പെടുത്തണ്ട. എനിക്കും ഇനി പാസ്റ്റ് ഓർക്കാൻ താല്പര്യമില്ല. പിന്നെ ദൈവം നിശ്ചയിച്ചിട്ട് തന്നെയാണ് നിന്റെ കഴുത്തിൽ നിന്ന് താലി കിട്ടിയത്. നീ ഒന്ന് ഓർക്കണം, നിന്റെ ചേട്ടൻ നിന്റെ സന്തോഷം ആഗ്രഹിച്ചു. അതും ഒരു ദൈവനിശ്ചയമാണ്. എല്ലാം ദൈവനിശ്ചയമാണ്. അത് മറക്കണ്ട. മതി, ഇനി നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. ഐ ആം സോറി. നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ കട്ടുറുമ്പിനൊരു അവസരം കിട്ടുമെന്ന്. ആ അവസരം ഞാനിത് നല്ലപോലെ മുതലാക്കാൻ പോവാം. എന്നെ തടയാൻ നിൽക്കണ്ട നീ. ഇന്ന് എൻ്റെ ദിവസമാണ്, എൻ്റെ കൺട്രോൾ പോയ ദിവസമാണ്. ഇത് ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ ഇന്ന് മഴയില്ല, പക്ഷെ എനിക്ക് മഴ വേണം.